ഹലോ ഗായ്സ്, വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിക്ക് ഒരു പുഡിംഗ് ട്രൈ ചെയ്യണോ? അതേനെ, പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാണേ. ഇതിന് വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്നട്ടിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാനിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പൊ അതേ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ചൂടാറാനായിട്ട് മാറ്റാം. അപ്പോഴേക്കും ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് പാലൊഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. ശേഷം ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ച് ഒന്ന് കട്ടയില്ലാണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശേഷം മിക്സിയുടെ ജാറിലേക്ക് സോക്ക് ചെയ്തിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിനൊപ്പം തന്നെ നമ്മുടെ പാൽപ്പൊടി മിക്സും കൂടി ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ചൂടാറിയിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ഒരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാൽപ്പൊടി മിക്സ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒരു മിൽക്ക് ഷേക്കിന്റെ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റാം. ഇനി ഒരു സെറ്റിംഗ് ട്രേയിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ശേഷം ചോപ്പ് ചെയ്ത കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ശേഷം വീണ്ടും കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് റിപ്പീറ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാവേ. ഫൈനലി ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്നട്ടും കുറച്ച് പൈനാപ്പിൾ കട്ട് പീസസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് റെഡി. ഇനി വേറെ പണിയൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെക്കുക, സെറ്റ് ചെയ്യുക, കഴിക്കുക. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ബൈ.